വണ്ടാനം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ഷാഹിദയ്ക്ക് സസ്പെൻഷൻ. ശസ്ത്രക്രിയ ടീമിൽ ഉൾപ്പെട്ടിരുന്ന നഴ്സിംഗ് ഓഫീസർ ധന്യ PS-നെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. ദിൽനയുണ്ട് വിവരങ്ങളുമായി. ദിൽന, നോക്കൂ, ഗുരുതരമായ ഒരു സംഭവമാണ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ നടന്നത്. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. ഇന്നിപ്പോൾ ഇതാ നോക്കൂ, രണ്ടുപേർക്ക് സസ്പെൻഷൻ ആയിരിക്കുന്നു. സസ്പെൻഷൻ നടപടി ഉത്തരവിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്? അതെ വിജയ് പറഞ്ഞതുപോലെ വണ്ടാനം മെഡിക്കൽ കോളേജിലെ വലിയ ഗുരുതരമായ ഒരു ശസ്ത്രക്രിയ പിഴവ് തന്നെയായിരുന്നു ഇന്നലെ മുതൽ നമ്മൾ കണ്ടിരുന്നത്. അതിലാണ് ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത്. രണ്ടുപേർക്ക്, അതായത് ഈ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ഷാഹിദയ്ക്കും ശസ്ത്രക്രിയ ടീമിൽ ഉൾപ്പെട്ടിരുന്ന നഴ്സിനും ഇപ്പോൾ സസ്പെൻഷൻ നടത്തിക്കൊണ്ട് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അതായത് ഈ ശസ്ത്രക്രിയ 2021 ഈ പറയുന്ന ശസ്ത്രക്രിയ നടക്കുന്നത്. അന്ന് ഈ ശസ്ത്രക്രിയ ടീമിൽ ഉൾപ്പെട്ടിരുന്ന നഴ്സ് ധന്യ PS നിലവിൽ ആലപ്പുഴ ഗവൺമെന്റ് GD മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് ഓഫീസർ, ഗ്രേഡ് 1 നഴ്സിംഗ് ഓഫീസറായി ജോലി ചെയ്യുകയാണ്. ഡോക്ടർ ഷാഹിദ നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗത്തിലും ജോലി ചെയ്യുകയാണ്. രണ്ടുപേർക്കും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. നിലവിൽ ഈ പറയുന്നത് പോലെ ഒരു പരാതി വരികയും അതിനപ്പുറത്തേക്ക് എത്രയും പെട്ടെന്ന് നടപടിയെടുക്കും, കുറ്റക്കാരെ എത്രയും പെട്ടെന്ന് അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് ആരോഗ്യമന്ത്രി ഇന്നലെ തന്നെ ഉറപ്പ് നൽകിയിരുന്നു. അതിനാണ് ഇപ്പോൾ ഈ ഒരു അന്വേഷണ വിധേയമായി രണ്ടുപേരെയും, ആ ഒരു ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറെയും ആ ടീമിൽ ഉൾപ്പെട്ട നഴ്സിനെയും ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതായത് ദിൽന പി, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ സമർപ്പിച്ച പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി, അല്ലേ? അതെ വിജി, ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ സമർപ്പിച്ചിട്ടുള്ള ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ നടപടി വന്നിരിക്കുന്നത്. അതായത് കൃത്യമായി നടപടി എടുക്കുമെന്ന് ആരോഗ്യമന്ത്രി ഇന്നലെ തന്നെ ഉറപ്പ് നൽകിയിരുന്നു. ആ ഒരു ഉറപ്പാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. അതായത് ഇത്തരം ഒരു 5 വർഷമായി ഒരു സ്ത്രീ അനുഭവിക്കുന്ന ഒരു വേദന, അതിന്റെ അതേ കാഠിന്യത്തോടുകൂടി ഇപ്പോൾ നമ്മുടെ മെഡിക്കൽ വിഭാഗം, ആരോഗ്യ വകുപ്പ് ആ ഒരു അതേ കാഠിന്യത്തോടു കൂടി തന്നെ, അതിന്റെ ഒരു സങ്കീർണതയോട് കൂടി തന്നെ ഇപ്പോൾ അതിലൊരു നടപടി എടുത്തിരിക്കുകയാണ്. അതായത് ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രണ്ടുപേർക്കും, ആ ഡോക്ടർക്കും അതുപോലെ തന്നെ ടീമിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഈ ഒരു നഴ്സിനും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. വിജയ്.